അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞാൻ ഇന്നലെ തന്നെ അത് കണ്ടു. ഇന്നലെ തന്നെ വീഡിയോ ഇടാൻ എനിക്ക് അത്രയധികം എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഒരു മിഡ് ഒരു ഓക്കെ സെറ്റപ്പായിരുന്നു. എവിടേക്കോ എന്തൊക്കെയോ ഒരു ഒരു മിസ്സിംഗ് ഉള്ള പോലെ. പ്രത്യേകിച്ച് ഇതിലെ സൗണ്ട് ട്രാക്ക് ആണെന്ന് തോന്നുന്നു. ഒരു 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 ഹൈ തരം എന്നൊരു സാധനമല്ല. ഇതൊരു വിഷ്വലി കാണിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന കുറേ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ റിട്ടേണും അല്ലെങ്കിൽ അത്രയും ഹൈ മൊമെൻ്റ് തരുന്ന കുറേ പരിപാടികളൊക്കെ ഇതിൽ വിഷ്വലി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എന്തൊക്കെയോ ഇവിടെയൊക്കെയോ പ്രത്യേകിച്ച് CGIയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നി. ദെൻ സൗണ്ട് ട്രാക്ക് ഒരു ഒരു പ്രോപ്പർ എലിവേറ്റ് ചെയ്യുന്നൊരു സൗണ്ട് ഡിസൈൻ ഇല്ല. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പയർഡ് ടു ഇതുവരെ ഇറങ്ങിയിട്ടുള്ള അവഞ്ചേഴ്സ് ട്രെയിലേഴ്സ് വെച്ച് തന്നെ ഏറ്റവും അധികം ഹൈപ്പ് കിട്ടേണ്ട ഒന്നാണ് ഡൂംസ്ഡേയുടെ. എനിക്ക് ഏറ്റവും ഹൈപ്പ് കുറഞ്ഞ സാധനമായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. അവഞ്ചേഴ്സിൻ്റെ ട്രെയിലേഴ്സ് ഞാൻ പറഞ്ഞത് മറ്റ് മാർവൽ കണ്ടൻറ്റുകൾ വെച്ചിട്ടല്ല. ഫസ്റ്റ് അവഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഏജ് ഓഫ് അൾട്രോൺ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ ഒരു അവഞ്ചർ പടമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ദെൻ ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം, ഇതിനൊക്കെ ട്രെയിലറിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഹൈ എനിക്ക് ഇതിൽ പേഴ്സണലി കിട്ടിയിട്ടില്ല. ഇൻഫിനിറ്റി വാറിനൊക്കെ ട്രെയിലർ ഉണ്ടല്ലോ, ആ ഒരു നറേഷൻ വെച്ചിട്ട് ദർ വാസ് ആൻ ഐഡിയ ടു ബ്രിങ് ടുഗദർ എ ഗ്രൂപ്പ് ഓഫ് റിമാർക്കബിൾ പീപ്പിൾ എന്ന് പറഞ്ഞ് മറ്റേ നിക് ഫ്യൂരി പറയുന്ന ആ ഒരു നറേഷൻ വെച്ച് തുടങ്ങുന്ന ആ ഫസ്റ്റ് ട്രെയിലർ ഇറ്റ് ലിറ്ററലി ഗിവ്സ് ഗൂസ് ബംസ്. ഇപ്പോഴും ആ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. എൻഡ് ഗെയിം കാണുമ്പോൾ ഒരു സാധനമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അതിനേക്കാൾ എനിക്ക് ആ ഒരു ടോട്ടൽ അവഞ്ചേഴ്സ് ട്രെയിലേഴ്സ് വെച്ച് തന്നെ ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ ദാറ്റ് വാസ് പീക്ക് സംഭവം. അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും എവിടെയില്ല. കാരണം അതിനേക്കാൾ വലിയ സംഭവമൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. അതിൽ താനോസ് എത്രയായിരുന്നു, താനോസിൻ്റെ അപ്പുറത്തെ വലിയ പവർഫുൾ ആയിട്ടുള്ള വില്ലനാണ് ഇത് ക്യാരക്ടർ. ഈവൻ ഈ ഒരു ട്രെയിലർ തന്നെ കാണിക്കുന്ന ഒരൊറ്റ സീക്വൻസ് നമ്മുടെ തോർ സ്ട്രോം ബ്രേക്കർ വെച്ച് അടിക്കുന്ന സമയത്ത് ഇൻഫിനിറ്റി സ്റ്റോർ 6 ബ്രേക്ക് ചെയ്ത ഒരു 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 വെപ്പണാണ് സ്ട്രോം ബ്രേക്കർ. അത് അത്രയും ബ്രേക്ക് ചെയ്ത് താനോസിൻ്റെ നെഞ്ച് പൊളിച്ച സാധനമായിരുന്നു. യു ഷുഡ് ഹാവ് ഗോൺ ഫോർ ദി ഹെഡ് എന്ന് പറഞ്ഞ് താനോസ് പറയുന്ന ഡയലോഗുള്ള വക്കാണ്ട വെച്ചിട്ട് ആ ഒരു സീൻ കാണിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനം. അതിന് 2 വിരൽ കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഡൂം തടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആണ് ഈ ഒരു ക്യാരക്ടർ, എന്ത് ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടറിനെ കൊല്ലാൻ പറ്റുന്നുള്ളൂ, അങ്ങനത്തെ കുറേ തോട്ട് തരുന്ന കുറേ ഹൈ തരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനീ പറഞ്ഞില്ല, ഈ ഒരു ഒരു എലിവേറ്റ് ചെയ്യുന്ന ഒരു BGM ഇല്ല, ഒരു ട്രാക്കില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നി. കാരണം പല സീനുകളും ഭയങ്കര ഫ്ലാറ്റായ പോലെ. അതിപ്പോൾ ഒരു പടം വരുമ്പോൾ നമുക്ക് പടത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ വർഷങ്ങളോളം നമ്മൾ കാണേണ്ട സാധനമാണ്, നമ്മളിങ്ങനെ വെക്കേണ്ട സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ ഇറങ്ങി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സ്റ്റിൽ അത് ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഹൈ തരുന്നുണ്ടെങ്കിൽ അത് അത്രയും ഗംഭീരമായിട്ട് അവരതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. ഇവൻ ഡൂംസ്ഡേയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു വട്ടം ഇൻഫിനിറ്റി വാറിൻ്റെ ട്രെയിലർ കാണേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അത്രയധികം മനപ്പാടമായി എൻ്റെ ഒരു ഡയലോഗും ഓരോ സീക്വൻസും അത്ര ഗംഭീരമായതുകൊണ്ട് അത് മറക്കൂല. പക്ഷെ അങ്ങനെ ഒരു ഹൈ എനിക്ക് ഇതിൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ ഈ വരുന്ന ഒരു പക്ഷേ മാർവലിലെ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻഡ് ഗെയിം ആയിരുന്നു. എൻഡ് ഗെയിമിൽ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിലായിരുന്നു ഏറ്റവും വലിയ സൂപ്പർ ഹീറോ യൂണിയൻ നടന്നിട്ടൊരു സംഭവം. അത്രയും കൂടുതൽ ക്യാരക്ടേഴ്സിന് വെച്ച് അതുവരെ വേറൊരു പടം വന്നിട്ടില്ല, ഇനി വരില്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിൻ്റെ അപ്പുറത്തെ സാധനമാണ് ഇവരിപ്പോൾ ഡൂംസ്ഡേയിൽ ചെയ്യാതിരിക്കുന്നത്. അതിലുള്ളവരും ഇതിലില്ലാത്തവരും ഇപ്പോൾ അതിൽ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ക്യാരക്ടേഴ്സ് കൂടാതെ ഇപ്പോൾ ന്യൂ മാർവൽസും അപ്പോൾ പുതിയ അവഞ്ചേഴ്സും ദെൻ ഫാൻറ്റാസ്റ്റിക് ഫോർ ക്യാരക്ടേഴ്സും ഇതൊക്കെ നമ്മൾ ഈ മറ്റേതിൽ നമ്മൾ എർത്തിലുള്ള അല്ലെങ്കിൽ എർത്തിലുള്ള സൂപ്പർ ഹീറോസിന് മാത്രമാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ മൾട്ടിവേഴ്സ് ഓപ്പണായിട്ട് മറ്റെർത്തിലുള്ള അല്ലെങ്കിൽ പാരലൽ എർത്തുകളിലുള്ള മറ്റ് ക്യാരക്ടേഴ്സൊക്കെ തന്നെ വരുന്നുണ്ട്. നമുക്ക് എക്സ്മെൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വരും. നമ്മളിപ്പോൾ കഴിഞ്ഞ മറ്റേ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിനിലൊക്കെ തന്നെ ഇതിൻ്റെ ആ ഒരു കോംബോ നമ്മൾ കണ്ടതാണ്. ദെൻ ഡെഡ്പൂൾ വരും, വൂൾവറിൻ വരും, ഇവരൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. ചാൾസ് സേവിയറിൻ്റെ ആ ഒരു സ്ഥലം വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ. സോ എക്സ്മെൻ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇത് നേരത്തെ ഇവർ പല സമയങ്ങളിലായിട്ട് ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ചെറിയ ഒരു മിനിറ്റിൻ്റെ ഒരു 10 സെക്കൻഡിൻ്റെ ഒക്കെ തന്നെ ക്ലിപ്പുകളായിട്ട് ഇപ്പോൾ വക്കാണ്ടയിലേക്ക് ഫാൻറ്റാസ്റ്റിക് ഫോർസ് വരുന്നതും ദെൻ ഈ ഒരു ചാൾസ് സേവിയറിനെ കാണിക്കുന്നതും അങ്ങനത്തെ പിന്നെ തോർ കാണിക്കുന്നതും അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് ഒരു 4 ട്രെയിലർ പോലെ ഒരു കുഞ്ഞ് ടീസർ പോലെ ഒരു നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണിത്. അതിനെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ഡൂമിൻ്റെ 2-3 കുറച്ച് ക്യാമിയോ സീക്വൻസും കൊണ്ട് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നുള്ളൂ. അതിൻ്റെ കൂടെ അഡീഷണലി വേണമെങ്കിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഒരു സീക്വൻസും കൂടി അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അമേരിക്ക വരുന്നുണ്ട് എന്നുള്ളത്. സോ അതുകൊണ്ട് വലിയ ഹൈ ഇതിലും കിട്ടുന്നില്ല. നമ്മൾ ഇൻഫിനിറ്റി വാർ കാണുന്ന സമയത്ത് ഞാൻ പിന്നെ ഇൻഫിനിറ്റി വാറിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞു എന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇവർ തന്ന സാധനമാണ്, അത് ഗംഭീര സാധനം ഇവർ തന്നിട്ടുണ്ട്. ഇൻഫിനിറ്റി വാറിൽ ക്യാപ്റ്റൻ അമേരിക്ക വരുമ്പോൾ ഉള്ള ഒരു BGM ഉണ്ടല്ലോ,
ആ ഒരു സീനുണ്ടല്ലോ, അതിൻ്റെ എലിവേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റേജിങ് ഉണ്ടല്ലോ, എൻ്റെ മോനെ ആ ഒരു ആ ഒരു താടിയും വെച്ചിട്ട് വരുന്ന ആ ഒരു ലുക്ക്, ആ ഒരു ക്യാരക്ടർ റോഗാണ്. സിവിൽ വാർ കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ റോഗായിട്ട് പോയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ടൈമിൽ ആ ഒരു മെട്രോ ട്രെയിൻ പോകുന്ന ആ ഒരു സബ് വേയിൽ അത് പോയി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ഷാഡോ വരും, അത് കഴിഞ്ഞ് ഒരു ക്യാരക്ടർ വരും എറിയുമ്പോൾ ആ സീൻ ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഹൈ, അതിൽ കൊടുത്തിട്ടുള്ള ഒരു BGM ഇവിടെ മിസ്സിങ് ആണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ ഇവിടെ തോറിനെ ഹാമർ ആളെടുക്കുന്ന സമയത്ത് നമ്മൾ എൻ്റെ ഗെയിമിൽ കണ്ടതാണ് ആ സീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ സംതിങ് ഈസ് മിസ്സിങ്. എനിക്ക് അത്രയും തോന്നിയത്. എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ ചെയ്തു. ഒരു 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 അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഞാൻ പ്രതീക്ഷിച്ചൊരു ട്രെയിലറുണ്ട്. അതിൻ്റെ ഒരു ഹൈ ഉണ്ട്. ഒരു പക്ഷേ ഇതേ സാധനം ചിലപ്പോൾ സൗണ്ട് ട്രാക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ഒന്ന് എലിവേറ്റ് ചെയ്തെടുത്താൽ ചിലപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു പരിപാടി മാറുന്നുണ്ടാവും. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഹൈ കിട്ടിയില്ല. ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്മെൻ്റെ ക്യാരക്ടേഴ്സിൽ ഇവർ ഗാംബിറ്റും നമ്മൾ മറ്റേ ഈ എക്സ്മെനിലെ വലിയ വലിയ ക്യാരക്ടേഴ്സിലൊക്കെ തന്നെ നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ കണ്ടതാണ്. വോൾവറിനും ഡെഡ്പൂളൊക്കെ ഇതിലേക്ക് വരുമോ അതോ ഇതിലേക്ക് വരുന്നുണ്ട് തന്നെയാണ് കേട്ടത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ സീക്രട്ട് വാർസ് വരാനുണ്ട് സെക്കൻഡ് പാർട്ട്. ഇതിൽ കാണിക്കാത്ത, ഇതിൽ സ്പേസ് കൊടുക്കാത്ത കൂടുതൽ ക്യാരക്ടേഴ്സിനെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. മറ്റേ ന്യൂ മ്യൂട്ടൻസും ന്യൂ അവഞ്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ആ ഒരു സീക്രട്ട് വാർസ് നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ മെയിൻലി ആ ഒരു കോർ മറ്റേ ക്യാരക്ടേഴ്സ്, പഴയ അവഞ്ചർ ക്യാരക്ടേഴ്സൊക്കെ തന്നെ. ദെൻ ഈ ക്യാപ്റ്റൻ അമേരിക്ക തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ട്, നമ്മുടെ സാം വിൽസൺ, ദെൻ മറ്റേ ബക്കി, ആൻഡ്മാൻ, ഇവരൊക്കെ നിൽക്കുന്ന സീക്വൻസ് കാണിക്കുന്നത്. അവർ എല്ലാവരും ഉണ്ട് ഓൾറെഡി. ഇതിനേക്കാൾ വലിയൊരു ത്രെറ്റിന്, അല്ലെങ്കിൽ അവരുടെ വിചാരം ഇതിനേക്കാൾ വലിയൊരു ത്രെറ്റിന് അവർ ഓൾറെഡി ഫേസ് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള ത്രെട്ടാണെന്ന് പറഞ്ഞിട്ടാണ് തോർ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്. ഓൾറെഡി എക്സ്മെൻ അല്ല, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ പടത്തില്ലേ, മറ്റേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഈ അടുത്ത് പുറത്തിറങ്ങിയ പടം, ആ പടത്തിൻ്റെ എൻഡ് ക്രെഡിറ്റിൽ ഈ ഒരു ഡോക്ടർ ഡൂമിനെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അവർ ഓൾറെഡി ഫേസ് ചെയ്തിട്ടുണ്ടാകും. അവിടെ ഒരു ത്രെട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോരാ, നമുക്ക് ഇങ്ങനെ കാണുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സെറ്റപ്പ്. സോ ഫാന്റാസ്റ്റിക് ഫോർ ടീം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എക്സ്മെൻ്റെ കൾമിനേഷൻ, ദെൻ ഈ ഓൾറെഡി ഉള്ള അവഞ്ചേഴ്സ്. ദെൻ ഈ ടോട്ടൽ പടത്തിൽ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ളതും എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവം എന്നുള്ളതെന്ന് വെച്ചാൽ, ചില ക്യാരക്ടേഴ്സിന് അണ്ടർ യൂസ്ഡ് ആയിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ലാതെ കുറച്ച് മാർവൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഷാങ്-ചി, അത് അടിപൊളി പടമായിരുന്നു. ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദ ടെൻ റിങ്സ് നല്ല വിഷ്വലി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കിഡിലൻ മാർവൽ പടമാണ്. പക്ഷേ ആ ഒരു ക്യാരക്ടറിനെ വിട്ടു, പിന്നെ ഒരു പടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, പിന്നെ വരുന്നു പറയുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ പടത്തിൽ ആ ക്യാരക്ടറിന് നല്ലൊരു റോളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗാംബിറ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് മൂൺ നൈറ്റ് ഒരു TV സീരീസ് ആയിരുന്നു. മറ്റേ നമ്മുടെ ഓസ്കർ ഐസക് പ്രധാന വേഷത്തിലെത്തിയത്. ആളെ ഇതിൽ പറയുന്നുണ്ട്, എനിക്കറിയില്ല വരുമോ എന്നുള്ളതും കൺഫേം ആയിട്ടില്ല. ആ ഒരു ക്യാരക്ടർ ഇതേപോലെ ഷാങ്-ചി എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഡൂംസ്ഡേയിൽ മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും സീക്രട്ട് വാർസിലെങ്കിലും ആ ഒരു ക്യാരക്ടർ വേണം. കാരണം അത് നല്ല നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. അത് ജസ്റ്റ് ഒരു സീസൺ എടുത്തു, അതോടെ വിട്ടു എന്ന് പറഞ്ഞൊരു സെറ്റപ്പിലായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ. ഇതിൽ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ക്യാരക്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. കാരണം ഹീ സോ ഗുഡ്. നമ്മളൊരു വെറൈറ്റി, ഒരു ഈജിപ്ഷ്യൻ ടൈപ്പ് രീതിയിലുള്ളൊരു സൂപ്പർ ഹീറോ, എന്നാൽ കുറച്ച് നല്ല നല്ല അടിപൊളി സൂപ്പർ പവേഴ്സൊക്കെ ഉള്ള ഇങ്ങനത്തെ ഒരു ത്രെട്ട് വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ദെൻ ലോക്കി സീരീസിൻ്റെ സീസൺ 2 ആയിരുന്നു. 2ൻ്റെ അവസാനം ആ ഒരു ക്യാരക്ടർ കൊണ്ട് അവർ നിർത്തിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയൊരു ത്രെട്ടിനെ ഒരു പക്ഷേ ഇനി ലോക്കി ആണോ ഇതിൽ മെയിൻ കീ എലമെൻ്റ് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ മറ്റേ എങ്ങനെയാണോ ഇപ്പോൾ അയൺമാൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിൽ എങ്ങനെയാണ് ലോക്കി എന്നുള്ളത് കാണിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കുന്നുണ്ട്. സോ ഹീസ് കമ്മിങ് ബാക്ക്. TVA മറ്റേ ടൈം വേരിയൻസ് അതോറിറ്റി നമുക്കറിയാമല്ലോ. അവിടെ നിന്ന് കഴിഞ്ഞ് ലോക്കിക്ക് എന്തായിരുന്നു നമുക്കറിയാം, ഈ ക്യാരക്ടേഴ്സ് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഇതേപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിനെയും നമ്മുടെ മറ്റേ സ്പൈഡർമാനെ ഒന്നും കാണിച്ചിട്ടില്ല, അവരൊക്കെ ഇനി കാണിക്കാൻ പോകുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും പുതിയ പടം ബ്രാൻഡ് ന്യൂ ഡേയിൽ അവസാനം അതിൻ്റെ ഇൻക്രെഡിറ്റും എല്ലാം ഈ വരാതിരിക്കുന്ന ഡൂംസ്ഡേ ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. സോ അതിൽ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ പണിഷർ വരുന്നുണ്ട്, ദെൻ ഡെയർ ഡബിൾ വരുന്നുണ്ട്. അവരൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, പക്ഷേ സ്പൈഡർമാൻ ഉണ്ടാവും. ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഉണ്ടാവും തീർച്ചയാണ്. ആക്ച്വലി ആ ഒരു ക്യാരക്ടർ ഈ നമ്മുടെ ഡോക്ടർ ഡൂമിനെ നേരിടുന്ന ആ ഒരു സീക്വൻസ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടാവും. അതെങ്ങനെയായിരിക്കും എന്നുള്ളത്. കൂടുതൽ ടൈമിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറെ മാസ്കിൽ തന്നെ ആയിരിക്കും കാണുക എന്ന് ഈ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, ടീസറിലൊക്കെ തന്നെ. സോ റോബർട്ട് ഡൗണി ജൂനിയറിനെ ഒരു പടത്തിൻ്റെ ഒരു വളരെ മിനിമൽ പോർഷൻസ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് തീർച്ചയാണ്. മൂപ്പർ ഇങ്ങനെ ഹെൽമെറ്റ് ഊതി നിൽക്കും, അല്ലെങ്കിൽ മൂപ്പർ വന്ന് ഇങ്ങനെ
ആക്ട് ചെയ്ത് പൊളിക്കും എന്നുള്ളൊരു സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല. ഈ കണ്ണ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ട്രെയിലർ നമ്മൾ കാണില്ല ആ ഒരു സെറ്റപ്പ് തന്നെ. പക്ഷേ ഐ തിങ്ക് സ്പൈഡർമാനായിട്ട് കൺഫ്രണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഇനിയിപ്പോൾ മാസ്ക് ഊരോ, ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഫേസ് കാണുന്ന സമയത്ത് ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികൾ. ഈവൻ നമ്മുടെ ക്രിസ് വാൻസിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ള കുറേ പരിപാടികളുണ്ട്. മറ്റവർക്കൊക്കെ ഒന്നും ഓക്കെ, മറ്റവരൊന്നും കണ്ടിട്ടില്ല, അധികം വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കോർ ക്യാരക്ടേഴ്സിന് അതുമായിട്ടൊരു റിലേഷൻ ഉണ്ട്. സോ അതെങ്ങനെയായിരിക്കും അവർ അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള കുറച്ച് പരിപാടികളുണ്ട്. സോ മൊത്തത്തിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക, നമുക്ക് ഹൈ തരുന്ന നമ്മുടെ ആ സൈക്ലോപ്സ് ക്യാരക്ടറൊക്കെ ആ പരിപാടികളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, ഇങ്ങനത്തെ ഓൾറെഡി കാണിച്ചിട്ടുള്ള സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചതും ദെൻ ഒരു ഡോക്ടർ ഡൂമിൻ്റെ വരവ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലി തോന്നിയതാണ് കമ്പാരിറ്റീവ്ലി എനിക്ക് മറ്റ് ട്രെയിലേഴ്സിനെ വെച്ചിട്ട് വളരെ കുറഞ്ഞൊരു ഹൈ മൊമെൻറ്റം തന്നൊരു സാധനമായിരിക്കും. പക്ഷേ സിനിമ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പീക്ക് സംഭവമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ട്രെയിലർ എന്തോ ആവട്ടെ, ട്രെയിലറൊക്കെ പോട്ടെ, ട്രെയിലർ നമുക്ക് കാര്യമില്ല, പടം കിട്ടിയാൽ മതി. സ്റ്റിൽ റിമെമ്പർ ഇൻഫിനിറ്റി വാറിനൊക്കെ ഞാൻ സീറ്റിൽ നിന്ന് എടുത്ത് ചാടിയ ചാട്ടം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു തോറിൻ്റെ എൻട്രി സീനിൽ ഞാൻ ഇതുവരെ ലൈഫിൽ അത്രയും ഹൈറ്റിൽ ചാടിയിട്ടുണ്ടാവില്ല. സീറ്റിൽ നിന്ന് ഒരു ഇരുന്നിട്ടുള്ള ഒരു പോർഷന് അല്ലെങ്കിൽ അമ്മാരി കിടില എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഗെയിമൊക്കെ ഇപ്പം പറയണ്ട. ഇപ്പോൾ ചിലവർക്കൊന്നും, ഇപ്പോൾ കൂടെ ഉള്ള ചിലവർക്കൊക്കെ യന്ത്രം കാണിക്കണമെന്ന് തോന്നും. അത്രയും നമുക്ക് ഈ ഒരു ഇമോഷൻ കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അത്രയും കൊല്ലം ഇങ്ങനെ കണ്ട് വന്നിട്ട് ആ ഒരു അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇവരെല്ലാവരും കൂടി ഒന്നിക്കുന്ന അവരുടെ എൻട്രി, അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് അവർ നിലവിളിച്ച പോലെ നമ്മൾ നിലവിളിച്ച ആ ഒരു സാധനമാണ് ഞാൻ ഡൂംസ്ഡേയിൽ പ്രതീക്ഷിക്കുന്നത്, പടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ ആവുന്നതാണ് പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവണം. സോ എനിക്ക് ട്രെയിലർ വലിയ ഒരു പരിപാടിയായിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് സാധനം അത്ര എനിക്ക് തോന്നിയുള്ളൂ. എന്താണ് ട്രെയിലർ കണ്ടിട്ടുള്ളത്, നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.